ഗൈസ്, അപ്പോൾ നമ്മൾ ടൂർ പോകാൻ സ്റ്റാർട്ടായി. നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. പിന്നെ അതേ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ട്രെയിനിൽ നിന്നുള്ളൊരു. പിന്നെ അതേ ഞങ്ങൾ ആലുവയിലെത്തി. ഇവിടെ കൊച്ചിയിലാണ് നമ്മളെത്തിയത്. പിന്നെ കൊച്ചിയിൽ നിന്ന് റൂം എടുത്തു. റൂം ഞാൻ കാണിച്ചു തരുവാണ്. പിന്നെ 2 ബെഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. അത് ഞാൻ സ്വിച്ച് ഇട്ടിട്ട് ഞാൻ കാണുന്നില്ലായിരുന്നു കത്തിയത്. പിന്നെയാണ് ഞാൻ കണ്ടത്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട്. പിന്നെ അതേ ഒരു കുഞ്ഞി കിച്ചൺ പോലത്തെ ഒരു സാധനമുണ്ട്. പിന്നെ ഒരു സ്റ്റഡി ടേബിൾ പോലത്തെ ഒരു ടേബിൾ ഉണ്ട്. അതിലൊക്കെ ഞങ്ങൾ ബാഗ് വെച്ചിരിക്കുകയാണ്. അവിടെ ഓൾറെഡി ഒരു ജഗ് ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ പ്ലെയിനിൽ മൈസൂരിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ പോവുകയാണ്. ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ നമ്മൾ എയർപോർട്ടിലെത്തി, കൊച്ചി എയർപോർട്ടിലെത്തി. അവിടെ നല്ല ലൈറ്റ്സൊക്കെ അടിപൊളിയെത്തിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ പ്ലെയിനിൽ പോകുന്ന ഒരു നടപ്പാണ്. പ്ലെയിനിൽ പോകുന്ന അവിടെ വേറൊരു പ്ലെയിനിലായിരുന്നു. അത് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന നടക്കുന്നത്. അവിടെ ഒടുക്കത്തെ തണുപ്പായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ കുറച്ച് നടന്നു. പിന്നെ നമ്മൾ പ്ലെയിനിൽ കയറാൻ പോവുകയാണ്. എൻ്റെ അച്ഛനും അച്ഛമ്മയും ഞാനും അമ്മയും അച്ഛനും കൂടെയാണ് പോകണം. അപ്പോൾ നമ്മൾ പ്ലെയിനിൽ കയറിയിട്ടുണ്ട്. അത്ര വലിപ്പമുണ്ട് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. ഞാൻ അവിടെ നല്ല വലിപ്പമുണ്ടായിരുന്നു, നല്ല തിക്നെസ്സും ഉണ്ടായിരുന്നു. പിന്നെ അതേ നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. പിന്നെ അതേ വേറൊരു പ്ലെയിനിലായിരുന്നു. ആ പ്ലെയിൻ ഭയങ്കര സ്പീഡിൽ പോവുകയാണ്. പിന്നെ ഞാൻ ചെറുതാകുമ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ അത് നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ക്ലൗഡിൻ്റെ ക്ലൗഡ് താഴെയായിരുന്നു, ഞങ്ങൾ മുകളിലായിരുന്നു. പിന്നെ പ്ലെയിനിൽ ലാൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ബാംഗ്ലൂർ എത്തി. അവിടെ അടിപൊളിയാണ്, ബാംഗ്ലൂർ വെച്ചാൽ അടിപൊളിയാണ്. പിന്നെ നമ്മൾ വന്ദേ ഭാരത് ട്രെയിനിന് വെയിറ്റ് ചെയ്യാണ്. മൈസൂർ പോവാണ്. പിന്നെ വന്ദേ ഭാരത് ട്രെയിനിലെത്തി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ വന്ദേ ഭാരത് ട്രെയിനിൽ കയറുന്നത്. സോ ബൈ ഗൈസ്. പിന്നെ നമ്മൾ മൈസൂർ പാലസിലെത്തി. മൈസൂർ പാലസ് അടിപൊളിയായിരുന്നു. അത് മുകളിലൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ കണ്ടു നോക്കി നിങ്ങൾ, അടിപൊളിയായിരുന്നു. എന്താ പറഞ്ഞിട്ട് അറിയില്ല. പിന്നെ അവിടെ കുറേ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല ചെയർസ് ഉണ്ടായിരുന്നു. ആ മൈസൂർ പാലസിൽ ചെയർ ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ അത് അടിപൊളിയായിരുന്നു. അത് എനിക്ക് പുറത്തിറങ്ങാൻ തോന്നില്ലായിരുന്നു അവിടുന്ന്. പിന്നെ നമ്മൾ സൂവിലോട്ട് കുറേ നടന്ന്. പിന്നെ നമ്മൾ സൂവിലെത്തി ഗൈസാണ്. ഇങ്ങനെ സൂവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് എത്തി. പിന്നെ എന്തൊരു ബേർഡാണ്, പക്ഷെ നല്ല വലിപ്പമുണ്ടായിരുന്നത്. പിന്നെ ലവ് ബേർഡ്സ് എന്ന് പറയാം, ലവ് ബേർഡ്സ് ആണ്. ഇതെന്തുവാ എന്താ അറിയില്ല. ഇത് നല്ല വലിപ്പമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ബാഗ് അച്ഛൻ്റെ കയ്യിലെത്തിക്ക് പിടിക്കാൻ വയ്യ. ഞാൻ നടന്ന് എണ്ണിക്കാൻ ചെയ്യാനായിരുന്നു. പിന്നെ ഇതെന്തോ അതിൻ്റെ ഉള്ളിൽ എന്താ, പിന്നെ ഒരു കുരങ്ങുണ്ടായിരുന്നു. അതിങ്ങനെ സ്പൈഡർമാനെ പോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നടത്തിയായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു, കുഞ്ഞാപ്പായിട്ട്. പിന്നെ ഇതെന്തുവാ, മൈ ഗോഡ് ടൈഗർ. പിന്നെ ഇത് ലയണാണ്. ലയണൊക്കെ ഞാൻ ആദ്യമായിട്ട് കണ്ടവരുണ്ട്. പണ്ട് ഞാൻ സൂവിൽ പോയിരുന്നു, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇതൊന്നും പിന്നെ ലിയോ ജസ്റ്റ് ഫാഷൻ ഷോ പിന്നെ സീബ്ര എന്തെങ്കിലും ചോദിക്കറിയില്ല. പിന്നെ നല്ലപ്പനായിട്ടുള്ളൊരു ബിയർ ഉണ്ടായിരുന്നു. ഒരു വൂൾഫ് ഉണ്ടായിരുന്നു, ചെന്നായ്ക്കളുണ്ടായിരുന്നു. പിന്നെന്തുവാ, ചെന്നായ്ക്കൾ കുറച്ചുണ്ടായിരുന്നു, ഒരു 4-5 ഉണ്ടാവും. പിന്നെ ഡിയർ പറഞ്ഞാൽ കുറേ ഉണ്ടായിരുന്നു. പിന്നെ നടപ്പന്നെ.
ഞാനും അച്ഛനും കൂടി എൻ്റെ ബാഗൊക്കെ ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. ഒരു മണിക്കൂറൊക്കെ ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത്. പിന്നെ ഇതെന്തുവാ എലിഫൻസ് ഒരു 4 ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാഗ് ഇട്ടു. പിന്നെ ഇതാണ് ആഫ്രിക്കൻ എലിഫൻ്റ് ആണ്. പിന്നെ നടപ്പനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കരടി വീടുകളായിരുന്നു. പിന്നെ നടന്നായിരുന്നു നല്ലോണം ക്ഷീണിച്ചു. ഞങ്ങളൊരു 5 കിലോമീറ്റർ എങ്ങനെ നടന്നുണ്ടാവും. പിന്നെ എന്തുവാ ഹിപ്പോപ്പൊട്ടാമസ് നല്ല വലുപ്പമുണ്ടായിരുന്നു. പിന്നെ ടോട്ടോയ്സ് അത് അതിനെക്കാട്ടുണ്ടായിരുന്നു. എൻ്റെ അത്ര ഉണ്ടായിരുന്നു, അത്രയും വലുപ്പമുണ്ടായിരുന്നു. ഇത് കുഞ്ഞി. പിന്നെ ജിറാഫ് നല്ല നീളം ഉണ്ടായിരുന്നു. ആ സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതിന്. ഇഷ്ടപ്പെടുന്ന സ്നേക്സ് അതിൻ്റെ ഒരു ബോക്സിനുള്ളിൽ സ്നേക്ക് അതാ ഇഷ്ടമല്ല സ്നേക്സ്. പിന്നെ അതെന്തുവാ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫുൾ സ്നേക്സ് ഒരു 100-500 സ്നേക്സ് ഉണ്ടായിരുന്നു. കുറേ സ്നേക്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. പേരതാണ്. പക്ഷെ വലുപ്പുണ്ടാവില്ലേ. പിന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. വേറെ ഒന്നുണ്ട് അതിൻ്റെ തലയും കാണിച്ചു. പിന്നെ മോൾ ഭയങ്കര ഫിറ്റ്നസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. ബസ്സിന് വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മളെ തിരിച്ചു പോവാണ്. അതുകൊണ്ട് ഞാൻ നല്ലോണം കുഴങ്ങിയിട്ടുണ്ട്. പിന്നെ അത് അച്ഛൻ ഒരു ലേസ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെയിറ്റ് ചെയ്ത് ഇതിപ്പോൾ ബസ്സിലിരുന്ന് ഭയങ്കര ചൂട് എടുക്കുന്നുണ്ട്. ചീസ് ബോൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ടൂറൊക്കെ പോയി വന്നു. അടിപൊളിയായിരുന്നു ടൂറ്. രാവിലെ ഒരു 3 മണിക്ക് അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു. 3 മണി 3:10 ആയിട്ടുണ്ടാവും. പിന്നെ 5 മണി തൊട്ട് 9 മണി വരെ ഞാൻ കിടന്നുറങ്ങി. പിന്നെ വീണ്ടും ഒന്ന് കുളിച്ചു. ഷാമ്പൂ ഒക്കെ തല വെച്ച് കുളിച്ച് ഷാമ്പൂ ഇട്ടൊരു പ്രത്യേകമാണ് മുടിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സൂ ഒക്കെ അടിപൊളിയായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് സൂ. പക്ഷെ സൂവിൽ 5 കിലോമീറ്റേഴ്സ് ഞങ്ങൾ നടന്നിരുന്നു. അത് നടക്കൽ. പിന്നെ ഞാൻ ലാസ്റ്റിലേക്ക് ബസ് കയറിയപ്പോഴേക്ക് നല്ലോണം ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് റെഡിയായി. So bye.